ഏകദേശം 100ഓളം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടും ഈ കേരളവും എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതും നമ്മുടെ മുതുമുത്തച്ഛന്മാർ ജീവിച്ചിരുന്ന കേരളത്തെയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 1897 കൊച്ചിൻ ഹാർബറിൻ്റെ ഒരു ചിത്രമാണിത്. 1900 ട്രിവാൻഡ്രം മ്യൂസിയം ഇങ്ങനെയായിരുന്നു. 1857 യഥാർത്ഥത്തിൽ ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 1936 എഴുത്തുകളരിയുടെ ഒരു അപൂർവ ചിത്രമാണിത്. ആധുനിക വിദ്യാഭ്യാസം വ്യാപകമാകുന്നതിന് മുൻപ് കേരളത്തിലെ ഗ്രാമീണ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയാണിത്. 1873 കോഴിക്കോടിലെ പുതിയറ എന്ന സ്ഥലത്തിൻ്റെ ചിത്രമാണിത്. 1900 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇങ്ങനെയായിരുന്നു. 1836 രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിലായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ തുടക്കം. 1920 മലബാറിലെ ഒരു ഗ്രാമീണ കാഴ്ചയാണിത്. 1912 ഉണ്ടായിരുന്ന ഒരു സിറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൻ്റെ അപൂർവ ചിത്രമാണിത്. 1900 ചെങ്ങന്നൂർ പുഴ ഇങ്ങനെയായിരുന്നു. പഴയകാലത്തെ കണ്ണൂർ ബീച്ചിൻ്റെ ചിത്രമാണിത്. ഇതിൽ അങ്ങകലെയായി നമുക്ക് ലൈറ്റ് ഹൗസും കാണാൻ സാധിക്കും. അതുപോലെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ 1900 ചിത്രമാണിത്. കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 1900 ചിത്രമാണിത്. കോഴിക്കോടിലെ തളക്കുളത്തൂർ എന്ന സ്ഥലത്തെ 1900 നാരായണ പെരുമാൾ ക്ഷേത്രമാണിത്. 1902 മലബാറിലെ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ ചിത്രം. 1914 പാലക്കാടിലെ മിഷൻ ഹൗസിൻ്റെ ചിത്രമാണിത്. കൊല്ലം ജില്ലയിലെ ചാവറ എന്ന സ്ഥലത്തിൻ്റെ 1900 ഒരു ചിത്രമാണിത്. 1902 മലബാറിലെ ഒരു കുളിക്കടവിൻ്റെ ഒരു പഴയകാല ചിത്രം. 1900 കനകക്കുന്ന് കൊട്ടാരം ഇങ്ങനെയായിരുന്നു. 1914 കേരളത്തിലെ വിദ്യാലയ കാഴ്ചകളാണിത്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും വ്യത്യാസം നമുക്ക് ഇതിലൂടെ കൃത്യമായി അറിയാൻ സാധിക്കും. 1899 തലശ്ശേരിയിലെ ഒരു മിഷൻ സ്റ്റേഷൻ്റെ ചിത്രമാണിത്. കൊല്ലത്തുണ്ടായിരുന്ന 1900 ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെ വസതിയാണ് പുഴക്കരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഓർമ്മയായി മാറിയ ഇടുക്കിയിലെ മൂന്നാറിലെ ഹൈറേഞ്ച് ലൈറ്റ് റെയിൽവേയുടെ വളരെ അപൂർവമായ ചിത്രമാണിത്. കോഴിക്കോടിലെ മനാഞ്ചിറയുടെ 1901 ഒരു അപൂർവ കാഴ്ചയാണിത്. തിരുവനന്തപുരത്തെ 1900 ഒരു ഗോൾഫ് ക്ലബിൻ്റെ ചിത്രമാണിത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് 1850 ഈ ഗോൾഫ് ക്ലബ്ബ് സ്ഥാപിക്കപ്പെടുന്നത്. കൊല്ലത്തെ തേവള്ളിയിൽ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാര ചിത്രമാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രവും മഹാരാജാവിൻ്റെ യാത്രാവാഹനവും 1900 ഒരു അപൂർവ കാഴ്ച. കാസർഗോഡിലെ പഴയകാല ഒരു കല്യാണ ഫോട്ടോയുടെ ചിത്രമാണിത്. 1901 നായർ സ്ത്രീകൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണിത്. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 1930 ഇങ്ങനെയായിരുന്നു. 1914 ഒരു തയ്യൽ പരിശീലന കേന്ദ്രത്തിൻ്റെ ഒരപൂർവ ചിത്രമാണിത്. 1920 കണ്ണൂരിലെ ഒരു കുതിരവണ്ടിയും ബ്രിട്ടീഷ് യാത്രക്കാരും. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ 1900 ഒരു പഴയകാല ചിത്രമാണിത്. 1897 മനാഞ്ചിറയിലെ ഒരു ഹജൂർ കച്ചേരി കെട്ടിടമാണിത്. ഹജൂർ കച്ചേരി എന്നത് പഴയകാല തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന സർക്കാർ കാര്യാലയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒലവക്കോട്ട എന്ന സ്ഥലത്തെ ഒരു പഴയകാല ഓട് ഫാക്ടറിയുടെ ചിത്രമാണിത്. 1950 ഒരു പഴയകാല ബസ്സാണിത്. 1928 കാലഘട്ടങ്ങളിൽ ആലപ്പുഴ കായൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണൂരിലെ ചിറക്കൽ മഹാരാജാവിൻ്റെ കൊട്ടാരമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇന്ന് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൊച്ചി 1961 കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. 1914 അടുക്കളപ്പണിയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരപൂർവ ചിത്രം.
1930കളിലെ പൊന്നാനിയിലെ ഒരു തേങ്ങാ കച്ചവട സ്ഥലത്തെ ചിത്രമാണിത്. 1935 എറണാകുളം യാർഡിൻ്റെ പണി നടക്കുന്നതിനിടെ എടുത്ത ഒരു ചിത്രമാണിത്. 1850 മിഷൻ ട്രേഡ് ഹൗസും മനാഞ്ചിറയുടെയും ചിത്രമാണിത്. 1933 ഇരിട്ടിപ്പാലത്തിൻ്റെ ഒരു അപൂർവ ചിത്രമാണിത്. ഈ ചിത്രത്തിൽ ഒരുപാട് ബ്രിട്ടീഷുകാരെ നമുക്ക് കാണാൻ സാധിക്കും. പഴയകാല കൊച്ചിയിലെ കനാലിൻ്റെ ഒരു ചിത്രമാണിത്. പഴയകാലത്ത് കേരളത്തിൽ കിണറിൽ നിന്നും വെള്ളം കോരിയിരുന്നത് ഇങ്ങനെയായിരുന്നു. 1928 മലബാറിലെ ഒരു വീട്. ഈ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപക്ഷെ മറ്റൊരു വലിയ വീടായിരിക്കും ഉണ്ടാവുക. 1914 കോഴിക്കോട് ജില്ലയിലെ YMCA കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനിടെ എടുത്ത ചിത്രമാണിത്. പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു പഴയകാല ചിത്രം. ചേവായൂരിൽ ഉണ്ടായിരുന്ന 1935 കുഷ്ഠരോഗ ആശുപത്രിയാണിത്. 1977 അടിമാലി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. 1926 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു അപൂർവ ചിത്രമാണിത്. 1930 പൊന്നാനി തുറമുഖം ഇങ്ങനെയായിരുന്നു. നമ്മൾ മുൻപ് കണ്ടിരുന്ന മൂന്നാറിലുണ്ടായിരുന്ന ഒരു തീവണ്ടിയുടെ ചിത്രമാണിത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ 1904 ഒരു അപൂർവ ചിത്രമാണിത്. ഇന്ന് നമ്മൾ ആനവണ്ടി എന്ന് വിളിക്കുന്നത് KSRTC ആണെങ്കിലും യഥാർത്ഥത്തിലുള്ള ആനവണ്ടിയുടെ ചിത്രമാണിത്. കൊല്ലത്ത് നിന്നാണ് ഈ ചിത്രം പകർത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ വൈപ്പിൻ ലൈറ്റ് ഹൗസിൻ്റെ ഒരു പഴയകാല ചിത്രം. കൊച്ചി ലൈറ്റ് ഹൗസിൽ നിന്നുള്ള 1897 ഒരു കാഴ്ച. പഴയകാല മലബാറിലെ മത്സ്യത്തൊഴിലാളികളുടെ ചിത്രം. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലെ 1926 ഒരു ചിത്രം. കൊച്ചിയിലെ തദ്ദേശീയരായ കത്തോലിക്ക പുരോഹിതരുടെ 1911 പകർത്തിയ ഒരു ചിത്രമാണിത്. 1910 ഒരു നമ്പൂതിരി മനയുടെ അപൂർവ ചിത്രമാണിത്. 1902 പകർത്തിയ മലബാറിലെ കുട്ടികളുടെ ചിത്രമാണിത്. 1910 പകർത്തിയ പുള്ളുവൻ പാട്ടിൻ്റെ ചിത്രമാണിത്. 1930 ബോർഡിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണിത്. പഴയകാല കൊച്ചിയുടെ ഒരു അപൂർവ ചിത്രം. 1938 പൊന്നാനിയിലെ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു അപൂർവ ചിത്രം. 1908 കാലഘട്ടങ്ങളിൽ ചകിരിനാരുകൾ തയ്യാറാക്കുന്ന സ്ത്രീകളുടെ ചിത്രമാണിത്. 1890കളിൽ നിലനിന്നിരുന്ന കൊച്ചിയിലെ ഒരു ജൂത സ്ത്രീയുടെ അപൂർവ ചിത്രമാണിത്. 1914 പകർത്തിയ വെള്ളം കോരുന്ന കുട്ടികളുടെ അപൂർവ ദൃശ്യങ്ങൾ. 1902 കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പാലക്കാട് ജില്ലയിൽ നിലനിന്നിരുന്ന സിറിയാനി ക്രിസ്ത്യാനി പെൺകുട്ടികളുടെ ചിത്രമാണിത്. 1930 പൊന്നാനിയുടെ ഒരു കാഴ്ച. പഴയകാലത്തെ സിറിയാനി ക്രിസ്ത്യാനി ആയിരുന്ന ഒരു നവവധുവിൻ്റെ ചിത്രമാണിത്. 1902 കാലഘട്ടത്തിൽ തുണി അലക്കുന്ന ചെറിയ പെൺകുട്ടികളുടെ ചിത്രമാണിത്. പഴയകാല കേരളത്തിലെ മലബാറിലെ ഒരു മുസ്ലിം പള്ളി. 1920 വർക്കല തുരങ്കം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. 1914 കൊല്ലപ്പണിക്കാരുടെ ചിത്രമാണിത്. 1920 ഉണ്ടായിരുന്ന കൊച്ചിയിലെ ഒരു തയ്യൽ ക്ലാസ്സിലെ അപൂർവ ദൃശ്യങ്ങളാണിത്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.